ഇത് നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കണം കേട്ടല്ലോ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ക്രിസ്മസ് ഗിഫ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഡിസംബർ 2 ഇന്ന് കോട്ടയം ജില്ലയ്ക്ക് അവധിയാണ്, മഴയുണ്ട്. അപ്പം ഞാൻ കുറച്ച് ക്രിസ്മസ് ഗിഫ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇത് കണ്ടു. ഇതുപോലെ കുറച്ച് കമ്പും കോലിയൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ക്ലാസ്സിൽ നിന്ന് കുറച്ച് ഞങ്ങൾ ഗേൾസിന് ഫുള്ളുണ്ട്. 17 ഗേൾസും 16 ബോയ്സുമാണ്. ബോയ്സിന് എനിക്ക് അവരെ കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഗേൾസിന് വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നു, ഡാൻസ് പ്രാക്ടീസ് ആയിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും, അതായത് മിനിഞ്ഞാന്നും എൻ്റെ ഇന്നലെ എനിക്ക് അത് ദിവസത്തിൻ്റെ പേരത്തില്ല. അപ്പം അന്ന് ആ രണ്ട് വെള്ളിയാഴ്ച ശനിയാഴ്ചയും കൂടെ ഞാൻ റഫ് ബുക്കിൽ കുറേ പേരുടെ ഡീറ്റെയിൽസ്, അതായത് അവരുടെ പേര് എഴുതിയിട്ടുണ്ട്, നെയിം, വീട്ടിൽ വിളിക്കണ പേര്, പിന്നെ ഫേവറേറ്റ് കളറ്, പിന്നെ ഹോബി, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇപ്പം വീട്ടിൽ വന്നപ്പോഴാണ് ഓർത്തത് ബർത്ത്ഡേയും കൂടെ എഴുതിയെടുക്കായിരുന്നു. അത് ചെയ്യാനാ കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആർദ്രയുടെയാണ്. ഇതല്ല, ഇത് ആർദ്രയുടെ ഉണ്ടാക്കി, പക്ഷെ കാണുന്നില്ല ഗൈസ്. ഇത് അല്ല, ഇത് എട്രിയൽ. പേര് കുറച്ചാണ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, കാരണം കുറച്ച് പേരുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പേരല്ല, കുറച്ച് പേരുടെ പേര് എഴുതിയില്ല, കുറച്ച് പേരുടെ ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ തന്നെ എഴുതിയിട്ട് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ആകെ 7 or 5 എണ്ണം കൊണ്ട്, 5, 3, 7, 8 എണ്ണം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 16 എണ്ണമേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ ഗൈസ്. 16 കോല് ഞാൻ ഉണ്ടാക്കി, പക്ഷെ 17 കോലുണ്ടായിരുന്നു, വേണമായിരുന്നു. ഇത്രയും വേറെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതല്ല, ഇവളുടെയാണ്. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആർദ്ര. അപ്പോൾ ഇതിൽ ഞാൻ ഫ്രണ്ടിൽ ഞാൻ മേരി ക്രിസ്മസ് എന്ന ഏറ്റവും ഫ്രണ്ടിൽ ഏറ്റവും മണ്ടേ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇവിടെ ടു ആർദ്ര ബൈ ജിയന്ന. നിക് നെയിം അവളുടെ വീട്ടിൽ വിളിക്കുന്നത് അമ്മു എന്നാണ്. അമ്മു എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ബാക്കിൽ ഞാൻ അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ കൊടുത്തിട്ടുണ്ട്, കാരണം ഹാപ്പി ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ എക്സ്ട്രാ വേറെ ഗിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ഇത് മാത്രമല്ല, ഞാൻ വേറെ ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് സാധനം കൂടെ. അപ്പോൾ ഇവിടെ അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ ടു യു. കളർ അവൾക്ക് ഇഷ്ടപ്പെട്ട ലാവൻഡറാണ്, അതുകൊണ്ട് ഫുള്ളും ലാവൻഡറും അല്ലാത്ത സ്കെച്ച് ലാവൻഡറും ഗിൽട്ടർ ലാവൻഡറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അവളുടെ ഹോബി എന്ന് പറഞ്ഞാൽ ഡാൻസറാണ്. ഡാൻസർ എന്ന് തന്നെ എഴുതി, ഡാൻസിങ് എന്ന് എഴുതണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഡാൻസർ എന്ന് തന്നെ എഴുതി. അവളെ എഴുതി തന്ന ഡാൻസർ എന്നാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഹാൻഡ് റൈറ്റിങ്ങും എഴുതിയിട്ടുണ്ട്. എന്തിനാ, ഞാനില്ലേ ഇതിനകത്തോട്ട് എഴുതാൻ പോണ, കോപ്പി ചെയ്യാൻ പോണെന്ന് ഞാനാണ്. അപ്പോൾ ഇത്രയാണ് ഇനി ഉണ്ടാക്കാനുണ്ട്. ഇത്രയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മിക്കവാറും ഇത് 8 എണ്ണം ഉണ്ട്. 16 പേരുടെയാണ് ഞാൻ ഇപ്പോൾ കോലുണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇതും 18 എണ്ണം കഴിക്കും. 1, 2, 3, 4, 5, 6, 7, 8 എണ്ണമുണ്ട്. ഇതും 8 എണ്ണം, ഉണ്ടാക്കിയതും 8 എണ്ണം, ഇല്ലാത്തതും 8 എണ്ണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ പഴയ എൻ്റെ ഒരു ജ്വല്ലറി ബോക്സാണ്. പണ്ട് എനിക്ക് ഒരു മാലയും അതിൻ്റെ ബ്രേസ്ലെറ്റും ഇയറിങ്സും റിങ്ങൊക്കെ കിട്ടിയ ഒരു പെട്ടി ഇതിനകത്താണ്. അപ്പോൾ ഞാൻ ഇതിനകത്താണ് അത് ഇടുന്നത്. പിന്നെ രണ്ടാമത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഹാർട്ട് ഷേപ്പിൽ സ്കുഷിയാണ് ഞാൻ ഉണ്ടാക്കി ചെയ്തേക്കുന്നത്. എല്ലാവർക്കും സ്റ്റേപ്പിളർ അടിച്ചിട്ട് ഇച്ചിരി സ്പേസ് കിട്ടും പഞ്ഞി കയറ്റാൻ. പഞ്ഞി വേണമെന്നൊന്നുമില്ല, പേപ്പറാണെങ്കിൽ നമുക്ക് കുതിക്കറ്റാം. ഞാൻ ഇവിടെ ഇച്ചിരി സുഖം വേണമെങ്കിൽ പഞ്ഞി വേണം ഞെക്കാൻ. അപ്പോൾ ഇതിനകത്തോട്ട് പഞ്ഞി കയറ്റാൻ ഇച്ചിരി സ്ഥലം വിട്ടിട്ടുണ്ട്. ബാക്കി ഇത്രയും സ്റ്റേപ്പിളർ അടിച്ച് വെച്ചേക്കാം. അങ്ങനെ 3 എണ്ണം ഞാൻ ഉണ്ടാക്കിയേ ഉള്ളൂ. 3 എണ്ണമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഹാർട്ട് ഉണ്ടാക്കാനായിട്ട് 2 ലെയർ വേണ്ടതുകൊണ്ട് ഞാൻ ആദ്യം
ഇങ്ങനൊരു മടക്കിയിട്ട് ഇതിൻ്റെ അറ്റം ഉണ്ടല്ലോ എവിടെ വേണമെങ്കിലും മടക്കാം. പിന്നെ ഞാൻ ഇങ്ങനൊരു മടക്കി, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും മടക്കാം. എങ്ങനെ വേണമെങ്കിലും ഇതായിരിക്കും ഇച്ചിരി കൂടെ എളുപ്പം. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി ഒരു മടക്കും, അതിൻ്റെ കൂടെ ഇങ്ങനെ മടക്കും. അപ്പം ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഇവിടുന്ന് ഇങ്ങനെ ഹാർട്ട്, ഇവിടുന്ന് ഇങ്ങനെ ഹാർട്ട് കട്ട് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഇതിന് 2 ലെയർ കിട്ടും. ആ ലെയർ രണ്ടും കൂടെ ഇങ്ങനെ കൂട്ടി ഒടിച്ചിട്ട് സ്റ്റേപ്പൽ അടിക്കണം. ഈസി അല്ലേ? കണ്ടിച്ചിട്ട് നോക്കാം എങ്ങനെ ഇരിക്കുമോ എന്തോ. ഇത്രയും ഉണ്ടാക്കിയത് ഞാൻ ഇച്ചിരി നേരം എടുത്താണ്. ഇത്ര മീൻസ് ആ കോലെല്ലാം ഞാൻ ഇന്ന് തന്നെയാണ് ചെയ്തത്. ഒരു കുറച്ച് നേരം എടുത്താണ്. നല്ല ഷേപ്പായിട്ടുണ്ട്. ഇതുപോലെ 2 ലെയർ ഇട്ടിട്ടുണ്ട്. അപ്പം രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഇച്ചിരി മുഴുപ്പ് വേണം, കാരണം പഞ്ഞി കയറ്റണമെങ്കിൽ. ഇതാണ് എൻ്റെ സ്റ്റേപ്ലർ, പുതിയ സ്റ്റേപ്ലർ. അതിൻ്റെ കൂടെ കിട്ടിയൊരു പെട്ടി. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു തുറക്കുന്ന സാധനം, അതേ പിടിച്ച് പൊക്കിയാൽ തുറന്ന് വരും. ഇത് ഫുള്ള് സ്റ്റേപ്ലറിനാണ്. പുതിയ സ്റ്റാപ്ലർ വേണമെങ്കിൽ മേടിച്ചിട്ട് ഇതുപോലെ തന്നെ വേണമെന്നൊന്നുമില്ല. പുതിയ സ്റ്റാപ്ലർ മേടിച്ചിട്ട് ഇതിനകത്തോട്ട് എടുത്താൽ മതി. ഒരു ബോക്സ് ഇല്ല, സാധാരണ നമ്മുടെ കവറില്ലേ, സാധാ സ്റ്റാപ്ലറിൻ്റെ കൂട്ട് കവറിൽ നിന്ന് കുറച്ചും കൂടെ സ്റ്റാപ്ലർ ഇപ്പോൾ ഉണ്ട്. ഈ പെട്ടി തീരുമ്പോൾ ഞാൻ ആ പെട്ടിയിലെ സ്റ്റാപ്ലർ പെട്ടിനകത്തോട്ട്. അപ്പം ഇത്രയും ഞാൻ അടിച്ചിട്ടുണ്ട്. ഇവിടെ ഫുൾ ഇത്രയും അടിച്ചിട്ടുണ്ട്. ഇത്രയും സ്ഥലം ഞാൻ പഞ്ഞിയായിട്ട് തന്നെ ഉണ്ട്. ഇപ്പം 4 എണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പേപ്പർ തീർന്നു, ഇനി ഒരിടത്തും കടിയാൻ പറ്റില്ല. അപ്പോൾ ഒരു പേപ്പറും കൂടി ഇരിപ്പുണ്ട്. ആ പേപ്പറിനെ നമ്മളിങ്ങനെ മുറിച്ച് ഇങ്ങനെ മടക്കിയപ്പോൾ ഇത് കടിച്ചെടുക്കാം. എനിക്ക് വലിയ ഷേപ്പൊന്നും കിട്ടുകയില്ല, കാരണം എനിക്ക് ഹാർട്ടും സ്റ്റാറും ഒന്നും അല്ലാതെ എനിക്ക് വേറെ ഷേപ്പൊന്നും അറിയത്തില്ല. ഉണ്ടാക്കാൻ എളുപ്പം ഹാർട്ടൊക്കെ തന്നെയാണ്. സ്റ്റാറെന്ന് ഞാൻ പറയൂല, സ്റ്റാർ ഒടുക്കത്തെ പണിയാണ്. ഹാർട്ട് വരയ്ക്കാൻ തന്നെ ഭയങ്കര പാടാണ്. അപ്പം കട്ട് ചെയ്തെടുത്ത് ഷേപ്പാക്കും. ഇതാകുമ്പോൾ തീർന്നു പരിപാടി, അവിടെ തീർന്നു. പശ ഞാൻ എടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഇത്രയും കൂടെ ഉള്ളൂ പശ. അത്രയും കൂടെ ഉള്ളൂ എന്നല്ല, ഈ കുപ്പി തീർത്ത്. ഈ കുപ്പിയിൽ ഉണ്ടായിരുന്ന പശ ഞാൻ ഇതിനകത്തോട്ട് ഇട്ടാ. നോക്കൂ, ഈ കുപ്പിയുടെ 2ൻ്റെയും വലിപ്പം. ഈ കുപ്പി തീർത്ത് ഞാൻ ഇതിനകത്തുണ്ടായിരുന്ന പശ ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചാ. ഇത്രയും ഉണ്ട്. എനിക്കിങ്ങനെ ക്രാഫ്റ്റ് ഐറ്റംസിനോടൊക്കെ ഭയങ്കര അട്രാക്ഷൻ. ഇത് ഇങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ കഴിക്കും. അപ്പം ഞാൻ ഇതുപോലെ 1, 2, 5 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഒരു ഷീറ്റ് പേപ്പർ കൂടെ വേണം. ഇവിടുന്ന് പേപ്പർ കിടപ്പി. അപ്പം നമുക്ക് ഒരു ഷീറ്റ് പേപ്പർ
അപ്പോൾ അതേ 9 ഞാൻ ഉണ്ടാക്കി. ഞാൻ പക്ഷേ 8 എണ്ണമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, മറ്റേ കമ്പു വലുത്തെ. ഈ 9ാമത്തെ ഇച്ചിരി വലുതാട്ടോ. നോക്ക് ഡിഫറൻസ് എന്തിനാന്ന് വെച്ചാൽ മിസ്സിന് കൊടുക്കാം, ക്ലാസ് ടീച്ചറിന് കൊടുക്കാം. അപ്പം നമുക്ക് ഈ നമ്മളിങ്ങനെ സ്റ്റേപ്ലർ അടിക്കാതെ വിട്ട സ്ഥലമില്ലേ, അതിനകത്തൂടെ നമുക്ക് ഇച്ചിരി പഞ്ഞി കയറ്റി കൊടുക്കാം. ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് പഞ്ഞി കയറ്റിയിട്ട് വരാം. ഇങ്ങനെ ആയിട്ട് വെക്കാം. അങ്ങറ്റത്തോട്ട് ശകലം കൂടെ പോകണമെന്ന് തോന്നുന്നു. എല്ലാം ശരിയാക്കിട്ട് വരാം. അങ്ങനെ നമ്മൾ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ ഒന്നുമല്ല, 9 എണ്ണം. ഇതാണ് കേട്ടോ മിസ്സിനുണ്ടാക്കുന്നത്. ഇതിനകത്തെല്ലാം പഞ്ഞി തേച്ച് എല്ലാം നല്ല കട്ടിയൂടെ ഉണ്ണിയപ്പം പോലെയാണ് എനിക്ക് തോന്നി. നല്ല രസമുണ്ടല്ലേ. ഓ നൈസ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതും വലുത് മിസ്സിന് കൊടുക്കാൻ പോകുന്നതും പിന്നെ ഇതും. രണ്ടും ഒരേ ഷേപ്പ്, അമ്മയും കുഞ്ഞും. അപ്പം നമുക്ക് ഇതിൽ ഞാൻ എഴുതാൻ നോക്കുന്നത് എന്തായാലും എഴുതാം. മിസ്സിനുള്ളതിൽ ഹാപ്പി ക്രിസ്മസ്, മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഡിയർ മാം എന്നെഴുതാം. മിസ്സിൻ്റെ പേര് എഴുതാം. അങ്ങനെ ഓരോരുത്തരുടെ പേരും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതാം. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് എഴുതിയിട്ട് ഞാൻ വരാം. അങ്ങനെ നമ്മളെല്ലാവരുടെയും പേരും ഹാപ്പി മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയറും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് മിസ്സിൻ്റെ എല്ലാവരുടെയും 9 എണ്ണവും ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.